മഞ്ചണ്ണൽ പരിപാടിക്ക് ശേഷം വരും നമുക്ക് കുറച്ച് ഡയറി മിൽക്ക് എണ്ണിത്തിരിക്കാം. അത് പിന്നെ നമ്മുടെ എല്ലാം ആണല്ലോ. സമയം പാതിരാത്രി 2 മണി ആവാറെങ്കിലും വിശപ്പിന് തീരെ കുറവില്ല. അതും മധുരം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അഹങ്കാരല്ലേ. പിന്നെ പോട്ടെന്ന് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നമ്മുടെ വയറിന് നമ്മൾ മാത്രമേ ഉള്ളൂ. കുറെ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ദുബായ് ചോക്ലേറ്റ് കഴിക്കണം. എന്തായാലും ഞാൻ ഇനി അത് അവിടെ വരെ പോയി വാങ്ങി കഴിക്കുന്നു നടക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് വാങ്ങാന്ന് വെച്ചാലോ ഇത്തിരി സാധനത്തിന് ഒത്തിരി വില. എന്തായാലും പരീക്ഷണത്തിനൊന്നും ഒരു കുറവില്ല. എന്നാ പിന്നെ ഇതോടെ പരീക്ഷ എന്താ. ഈ രാത്രിയിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ആ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. എത്ര നേരം ഇത് മനുഷ്യ രാത്രി വിഷം നിൽക്കുമ്പോഴാണ് ചോക്ലേറ്റിന്റെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ കണ്ടിരുന്ന് ഏതാണ്ട് ഒരു പാത്രം ഞാൻ എടുത്ത്. അപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇത് ചോക്ലേറ്റ് പരുവത്തിലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് പിസ്തയും 1-2 മിൽക്കി ബാറും കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് മാത്രം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നടിച്ചെടുത്ത് നമ്മുടെ പിസ്ത ഫില്ലിംഗ് റെഡിയായി. പിന്നെ കുനാഫയുടെ സാധനം ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണക്കാരന്റെ കുനാഫ എടുത്ത് കുറച്ച് സേമിയ പൊടിച്ചെടുത്ത് അത് കുറച്ച് ബട്ടറിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്തപ്പോഴേക്കും കുനാഫ പോലൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സേമിയ പിസ്ത ഫില്ലിംഗിൽ മിക്സ് ചെയ്ത് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുത്തിട്ട് മുകളിലൊന്നുകൊണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. പിസ്ത ഫില്ലിംഗ് കുറച്ച് കൂടി പോയതല്ലാതെ വേറെ